Good morning. Okay. ചെയ്യുന്നു. ജോയിൻ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നോക്കിയത്? ആംബുലൻസിലെ ക്രൂയിങ് ജോലിക്കാരെ കുറിച്ചാണ് പറഞ്ഞല്ലേ. ഇതിൽ ഏതൊക്കെ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ ഏതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്? ഫസ്റ്റ് റെസ്പോണ്ടർ. ദെൻ രണ്ടാമത്തെ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. ദെൻ മൂന്നാമത്തെ ഏതാ? നോൺ എമർജൻസി അറ്റൻഡന്റ്. പിന്നെ അടുത്ത് എമർജൻസി കെയർ അസിസ്റ്റന്റ്. പിന്നെ അടുത്ത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ പറഞ്ഞു. ദെൻ ആറാമത്തെ രജിസ്റ്റേർഡ് നേഴ്സ്. ഇത്രയല്ലേ പറഞ്ഞത്? 2-3 എണ്ണം കൂടി ഉള്ളൂ, 10 എണ്ണം ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഓക്കെ. ഇനി അപ്പോ അടുത്തത് ക്രൂയിങ്ങിലെ അടുത്ത് വരുന്ന പാരാമെഡിക്സ് ആണ് കേട്ടോ. പാരാമെഡിക്സ് നമ്മൾ പറഞ്ഞതാണ്. പാരാമെഡിക്സ് എന്ന് വെച്ചാൽ ആരാ? ഡോക്ടറിനെയും നേഴ്സിനെയും ഒക്കെ അവരുടെ വർക്കിൽ അസിസ്റ്റ് ചെയ്യുന്നവരാണ്, ഹെൽപ്പ് ചെയ്യുന്നവരാണ് അല്ലെ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ലാബ് ടെക്നീഷ്യൻ വരാം, എക്സ്റേയിലൊക്കെ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുകള്, ഇതെല്ലാം പാരാമെഡിക്സിൽ വരുന്നതാണ് അവര്. അപ്പൊ ഡോക്ടറിനെയും നേഴ്സിനെയും ഒക്കെ അവരുടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ്, നല്ല മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ഈ പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇതാണ് സെക്ഷനാണ് നമ്മൾ പാരാമെഡിക്സ്. ഓക്കെ. ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആൻഡ് ഓഫൺ കംപ്രൈസസ് ഓഫ് കീ സ്കിൽസ് നോട്ട് അലവബിൾ ഫോർ ടെക്നീഷ്യൻസ്. ഓക്കെ. ഇവർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മളിപ്പോ നല്ല കെയർ കൊടുത്തു പോകേണ്ട കേസുകളിലേക്ക്, അല്ലെങ്കിൽ എമർജൻസി കെയർ ആവശ്യമായിട്ടുള്ള കേസുകളിൽ ഈ ആംബുലൻസിൽ പാരാമെഡിക്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള നല്ല കെയർ കൊടുത്ത് കൊണ്ടുപോകുന്ന കേസുകളിലാണ് നമ്മൾ ഈ പാരാമെഡിക്സുകളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ പോകുന്ന ഇതില് പാരാമെഡിക്സ് വേണമെന്നില്ല. അപ്പൊ എമർജൻസി കെയർ കൊടുത്ത് കൊണ്ടുപോകുന്ന കേസുകളിലാണ് നമ്മൾ പാരാമെഡിക്സ് ആ ഒരു ആംബുലൻസിൽ നിർബന്ധമാണ്. അവരെങ്ങനെയുള്ളവരാണ്? ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ്. നല്ല മെഡിക്കൽ പരിശീലനം കിട്ടിയിട്ടുള്ളതാണ്. Often comprises of key skills not allowable for technician. ടെക്നീഷ്യന് അലോ ചെയ്യാത്ത, അനുവദനീയമല്ലാത്ത പല കീ സ്കിൽസും, പ്രധാനപ്പെട്ട സ്കില്ലുകളും ഈ ഏതാണ് പാരാമെഡിക്സില് അതില് ഉൾക്കൊള്ളുന്നു. കംപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുക എന്നാണ് കേട്ടോ. കംപ്രൈസസ് ഉൾക്കൊള്ളുക. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ നല്ല, നമ്മൾ പറഞ്ഞു, നല്ല കെയർ കൊടുത്ത് പോകേണ്ട കേസുകളിലാണ് ആ കേസുകളിൽ ആംബുലൻസിൽ പാരാമെഡിക്സ് വേണം. അവര് നല്ല മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അത് ടെക്നീഷ്യന് അനുവദനീയമല്ലാത്ത പല കീ സ്കിൽസ്, പ്രധാനപ്പെട്ട കഴിവുകളും അവരിൽ ഉൾക്കൊള്ളുന്നു. അത് ഏതൊക്കെയാ വരുന്നേ? സച്ച് ആസ് കാനുലേഷൻ. ഫസ്റ്റ് ആണ് കാനുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെയിലേക്ക് വെക്കുന്ന ആ സാധനം ഇല്ലേ, കാനുല ഇൻസേർട്ട് ചെയ്യുന്നത്, അതിനെയാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ നമുക്കറിയാം ചിലരൊക്കെ നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാനൊക്കെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വെയിൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും. ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം തന്നെ കുത്തുമ്പോ കിട്ടണമെന്നില്ല അല്ലെ, ചിലപ്പോ 1-2 പ്രാവശ്യമൊക്കെ നോക്കി ട്രൈ ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. എന്നുവെച്ചാൽ ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വെയിൻ കണ്ടുപിടിക്കണം. പിന്നെ പേഷ്യന്റിനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. പിന്നെ ചിലരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ വേദനയൊന്നും എടുക്കില്ല അല്ലെ, അവർക്ക് അത്ര ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ഇല്ലേ. ചിലർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് വേദന എടുക്കില്ല. പിന്നെ ചില സിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദന എടുക്കും എന്ന് പറയും അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും ഒരു സ്കില്ല് വേണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ചിട്ട് രോഗിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാനുലേഷൻ ചെയ്യാനായിട്ട് ഉള്ള കഴിവ് വേണം. അപ്പൊ അത് അവർക്കുടെ ഒരു കീ സ്കിൽസ് ആണ് കേട്ടോ പറയണേ പാരാമെഡിക്സിന്റെ. കാനുലേഷൻ ചെയ്യാൻ അറിയണം. പിന്നെ ബ്രാക്കറ്റിൽ നോക്കിയേ, ആൻഡ് വിത്തിൻ the ability to administer a range of drugs such as morphine. മോർഫിൻ അറിയാലോ, ഒരു വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡ്രഗാണ് മോർഫിൻ എന്ന് പറയുന്നത്. അപ്പൊ മോർഫിൻ പോലുള്ള മരുന്നുകൾ നൽകാനുള്ള ആ കഴിവ് വേണം. പിന്നെ അടുത്തതാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. ട്രക്കിയൽ
ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓക്സിജൻ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇതാണ്. അതായത് ഒരു ട്യൂബ് നമ്മുടെ വായിക്കൂടെയോ ട്യൂബ് ട്രക്കിയ, അതായത് നമ്മുടെ വായിക്കടെയോ അല്ലെങ്കിൽ മൗത്തിക്കടെയൊക്കെ ഒരു ട്യൂബ് നമ്മുടെ ട്രക്കിയയിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. അതെന്താ, അവർക്ക് ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എയർ അല്ലെങ്കിൽ ഓക്സിജൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ ഒരു മെത്തേഡാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റുബേഷൻ അതായത് ട്രക്കിയയിലേക്ക് ആ ട്യൂബ് നമ്മുടെ മൂക്കിൽ കൂടെയോ അല്ലെങ്കിൽ മൗത്തിൽ കൂടെയോ ഇൻസേർട്ട് ചെയ്യും. അതിൽ കൂടെ ഓക്സിജനോ അല്ലെങ്കിൽ എയറോ കൊടുക്കും, ഡെലിവറി ചെയ്യും. അത് പിന്നെ അടുത്തതാണ് ആൻഡ് അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി. ക്രൈക്കോതൈറോട്ടമി കേട്ടിട്ടുണ്ടോ? ക്രൈക്കോതൈറോട്ടമി എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഈ മൂക്കില് ഇൻസിഷൻ വെക്കുക. ഓക്കെ, ശരിയാണ്. അതായത് നമുക്ക് മൂക്കിലൂടെ നമുക്ക് ശ്വാസം വിടാനായിട്ട് പറ്റാത്ത കേസുകളിൽ, അപ്പൊ അങ്ങനെ ബ്രീത്തിങ്ങിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തൊണ്ടയിലൊക്കെ നിറച്ച് കഫമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ശ്വാസം വിടാനൊക്കെ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഈ നമ്മുടെ തൊണ്ടയില് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കും. ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു എക്യുപ്മെന്റ് അവിടെ വെക്കും. എന്നിട്ട് അതിൽ കൂടെ ആ കഫമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും, സക്ക് ചെയ്തെടുക്കും. അങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, ആ ഒരു മെത്തേഡാണ് ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് അപ്പൊ ഇത് ചെയ്യാനുള്ള സ്കില്ല് അവർക്ക് അങ്ങനെയുള്ള കീ സ്കിൽസുകൾ ഈ പാരാമെഡിക്സിന് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു നല്ലൊരു മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പാരാമെഡിക്സും ഈ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടുകളിൽ ഈ എമർജൻസി ആയിട്ട് നമ്മുടെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ആംബുലൻസിൽ ഇവര് അവൈലബിൾ ആയിരിക്കണം. ഇവരും കൂടി വേണം. ഓക്കെ, ക്രൈക്കോതൈറോട്ടമി അങ്ങനെ എന്താന്നൊക്കെ ചോദിക്കല്ലോ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ തൊണ്ടയില് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ നമ്മൾ അവിടെ ഒരു എക്യുപ്മെന്റ് വെക്കും. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ തൊണ്ടയിൽ നിറഞ്ഞിരിക്കുന്ന കഫമൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാം, വലിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയർ. ഇതാണ് ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാലിബ്രേഷൻ ചെയ്യാനറിയണം. പിന്നെ മോർഫിൻ പോലുള്ള വേദന സംഹാരികള് അത് കൊടുക്കാനായിട്ട് അറിവുണ്ടായിരിക്കണം. പിന്നെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ അത് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി ചെയ്യാനുള്ള ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കില്ലുകൾ വേണം ആർക്ക്, പാരാമെഡിക്സിന്. അപ്പൊ അങ്ങനെ എമർജൻസി കെയർ കൊണ്ടുപോകുന്ന കേസുകളിൽ ഇങ്ങനെ ഒരു പാരാമെഡിക്സും ആ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് ക്ലിയർ അല്ലേ പാരാമെഡിക്സിന്റെ? ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാന്നുള്ള അതൊന്ന് അണ്ടർലൈൻ ചെയ്യും, ഒന്നുകൂടി പറയുമോ? ഓക്കെ, പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ നല്ല മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ്. അതായത് ടെക്നീഷ്യന് അനുവദനീയമല്ലാത്ത പല കാര്യങ്ങളും പല തരത്തിലുള്ള കീ സ്കിൽസുകളും അവരിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ ടെക്നീഷ്യനേക്കായി കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ശരിക്കും പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നല്ല മെഡിക്കൽ ട്രെയിനിങ്, നല്ല ലെവല് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ആ കീ സ്കിൽസ് ആണ് പറയണത്. കാനുലേഷൻ ചെയ്യാൻ അറിയണം. കാനുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ച് നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാൻ വെച്ചിട്ട് ക്യാനുല വെക്കൂലേ ഇവിടെ. അപ്പൊ ആ കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ക്യാനുല ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ കാനുലേഷൻ ചെയ്യാൻ അറിയണം. അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ആ കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ചിട്ട് വേണം അത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ വലിയ പേഷ്യന്റിന് വലിയ വേദന ഇല്ലാത്ത രീതിയിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ച് കറക്റ്റ് ആ ക്യാനുല ആ വെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ അറിയണം. അങ്ങനെയുള്ള ആ പ്രത്യേക സ്കില്ല് വേണം. പിന്നെ അടുത്ത് പറഞ്ഞു മോർഫിൻ പോലുള്ള വേദന സംഹാരികള് അവർക്ക് നൽകാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ അടുത്താണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അതെന്താ, നമ്മുടെ മൗത്തിൽ കൂടെയോ അല്ലെങ്കിൽ വായിക്കടെയോ, മൗത്തിൽ കൂടെയോ അല്ലെങ്കിൽ നോസിക്കടെ നമുക്ക് ഈ ഒരു ട്യൂബ് ട്രക്കിയയിലേക്ക് ഇറക്കി വിടുകയാണ്. എന്നിട്ട് അവിടെ എയറോ അല്ലെങ്കിൽ ഓക്സിജനോ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞ്. ട്രക്കിയയിലേക്ക് ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. അതിൽ കൂടെ എയർ അല്ലെങ്കിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഡെലിവറി ചെയ്യുന്നതിനാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അങ്ങനെയുള്ള ഒരു കഴിവ് വേണം. പിന്നെ ക്രൈക്കോതൈറോട്ടമി
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൈക്കോതൈറോയിഡമി എന്ന് പറഞ്ഞാൽ നമ്മള് ഈ തൊണ്ടയിലൊക്കെ നിറച്ച് കഫം നിൽക്കൂലേ, അപ്പൊ അവർക്ക് ഇങ്ങനെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ തൊണ്ടയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മളൊരു മെഷീൻ വെക്കും. എന്നിട്ട് അതിൽ കൂടെ എന്താ ഈ കഫമൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും, വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ സ്കിൽസ് ഉള്ള ആളുകളാ അവരാണ് പാരാമെഡിക്സ്. അപ്പൊ ഇങ്ങനെ എമർജൻസി ട്രാൻസ്പോർട്ടുകളിൽ നമ്മളിങ്ങനെ പാരാമെഡിക്സ് ആ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക കേട്ടോ. ആ സ്പെഷ്യൽ സ്കിൽസുകൾ എന്നുള്ളത് വേണമെങ്കിൽ നോക്കി വെക്കാം. കാനലേഷൻ അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ, ക്രൈക്കോതൈറോട്ടമി. ഓക്കെ, ഇനി അടുത്തതാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. ECP എന്നും പറഞ്ഞു കേട്ടോ. ECP ഷോർട്ട് ഫോം, എമർജൻസി കെയർ പ്രാക്ടീഷണർ. This position is outlined to bridge the link between ambulance care and the care of a general practitioner. അതായത് ECP എന്ന് ഷോർട്ട് ചെയ്ത് പറയാം നമുക്ക്. എമർജൻസി കെയർ പ്രാക്ടീഷണർ അവര് ഈ രോഗികളെയൊക്കെ പേഷ്യൻസിനെ അസസ് ചെയ്യുകയും ചികിത്സിക്കുന്നതിനുമായിട്ട് നേഴ്സിംഗ് അതുപോലെ പാരാമെഡിക്സ് അതിന്റെ രണ്ടിന്റെയും കഴിവുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള, അപ്പൊ നേഴ്സിംഗ് ആ ഒരു സെക്ഷന്റെ അവർക്കടെ ഫീൽഡിൽ വരുന്ന കഴിവുകളും പാരാമെഡിക്സിന്റെ കഴിവുകളും സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പറഞ്ഞേക്കുന്നത് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചികിത്സിക്കുന്നതിനും അവരെ അസസ് ചെയ്യുന്നതിനുമായിട്ട് നേഴ്സിംഗ് പാരാമെഡിക്സ് നേഴ്സിന്റെയും കഴിവ് വേണം, പാരാമെഡിക്സിന്റെയും കഴിവ് വേണം. അപ്പൊ അത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആ കഴിവുകള് രണ്ടുപേർക്കുടെയും കഴിവുകൾ വേണം. അത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് ECP എന്ന് പറയുന്നത്, എമർജൻസി കെയർ പ്രാക്ടീഷണർ. അപ്പൊ അവർക്ക് ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള കഴിവുകളുണ്ട്, എന്താ അക്കാദമിക് ആയിട്ടുള്ള യോഗ്യതകളും അവർക്കുണ്ട്. Okay. This position is outlined to a bridge link between ambulance care and care of a general practitioner. ആംബുലൻസിലെ പരിചരണവും അതുപോലെ തന്നെ ഒരു ജനറൽ പ്രാക്ടീഷണറുടെ ഒരു കെയറും, ആംബുലൻസിൽ കൊടുക്കുന്ന പരിചരണവും ഒരു ജനറൽ പ്രാക്ടീഷണറുടെ ഒരു കെയറും അത് തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ആംബുലൻസിന് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ ഉണ്ടല്ലോ, അതും ജനറൽ പ്രാക്ടീഷണർ അവർക്കിടെ ആ ഒരു പരിചരണവും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അടുത്ത സെന്റൻസ് നോക്കിയപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ECPs are already eligible paramedics who have gone through further training and are trained to dictate medicine for longer period care, such as antibiotics, as well as being trained in a range of additional diagnostic techniques. അതായത് അയാള് ആ എമർജൻസി കെയർ പ്രാക്ടീഷണറും ഹോസ്പിറ്റലിലെ ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറും തമ്മിലുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒരു ലിങ്കാണ് ശരിക്കും. ഹോസ്പിറ്റലിലുള്ള ഡോക്ടറും ഈ എമർജൻസി കെയർ പ്രാക്ടീഷണറും തമ്മിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് പാരാമെഡിക്സിനെ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് പാരാമെഡിക്സിൽ നിന്ന് വ്യത്യാസം വരുന്ന അവരെക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും, കുറച്ചും കൂടി യോഗ്യത ഉള്ളവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി യോഗ്യതയുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ കെയർ കൊടുത്തു പോകേണ്ട കേസുകൾ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ ആന്റിബയോട്ടിക്സ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് അറിയണം. അങ്ങനെ ആന്റിബയോട്ടിക്സ് പോലെ നമ്മൾ ലോങ്ങർ കെയറിന് വേണ്ടിയുള്ള മെഡിസിൻസുകൾ കൊടുക്കാനും അവര് നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അത്രയും അധികം ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഓക്കെ,
എമർജൻസി കെയർ പ്രാക്ടീഷണർ. അതായത് പാരാമെഡിക്സിന് നിന്ന് എന്താ വ്യത്യാസം? പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അവർക്ക് പാരാമെഡിക്സിന്റെയും കഴിവുകൾ ഉണ്ടാകും, ഒരു നേഴ്സിന്റെയും കഴിവുകൾ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് നേഴ്സിന്റെയും പാരാമെഡിക്സിന്റെയും കഴിവുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രണ്ട് കഴിവുകളുള്ള ആളുകളാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അത്രയും നല്ല ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പാരാമെഡിക്സിന്റെയും നേഴ്സിന്റെയും കഴിവുകൾ ഉണ്ടാവും അവർക്ക്. അങ്ങനെ ആ രണ്ട് കഴിവുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. അവർക്ക് ക്ലിനിക്കലായിട്ട് ചികിത്സാപരമായിട്ടുള്ള കഴിവുകളുണ്ട്, അതുപോലെ അക്കാദമിക് ആയിട്ടുള്ള കഴിവുകളുണ്ട്. പിന്നെ ആംബുലൻസിലുള്ള കെയർ, ആംബുലൻസിൽ കൊടുക്കേണ്ട കെയറും ഒരു ജനറൽ പ്രാക്ടീഷണറിന്റെ കെയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു പൊസിഷൻ. അതായത് നമ്മൾ ഈ എമർജൻസി കെയർ പ്രാക്ടീഷണറും ഡോക്ടറും തമ്മിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ECP എമർജൻസി കെയർ പ്രാക്ടീഷണർ, അവര് ഒരു ആംബുലൻസിൽ ഇങ്ങനെ ക്രിട്ടിക്കൽ കെയർ കൊടുത്ത് പോകേണ്ട ആ ഒരു ട്രാൻസ്പോർട്ട് സമയത്ത് ആംബുലൻസിൽ ഇവരുണ്ടായിരിക്കും. അപ്പൊ ഇവരും ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ, മെയിൻ ഡോക്ടർ, അവര് തമ്മിലും എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞിരുന്നത് അതുപോലെ നമ്മൾ ലോങ് പീരീഡ് കെയർ കൊടുക്കേണ്ട കേസുകളിലൊക്കെ എന്തൊക്കെ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കണം അതൊക്കെ അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റും. ഓക്കെ, അത്രയ്ക്ക് ഒരു നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ്. പിന്നെ അതുപോലെ അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകളും ഒക്കെ അറിയാവുന്ന സ്കിൽഡ് ആയിട്ടുള്ളവരാണ് ECP എന്ന് പറയുന്നത്, എമർജൻസി കെയർ പ്രാക്ടീഷണർ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഫസ്റ്റ് ലൈന് ഒന്ന് നോട്ട് ചെയ്തിട്ട് വരെ. This position is outlined to bridge the link between ambulance care and care of a general practitioner. അപ്പൊ അവര് ഈ ആംബുലൻസിലെ ECPയും നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറും തമ്മിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ആ കമ്മ്യൂണിക്കേഷനിലൂടെ അവർ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒക്കെ ചെയ്യും. ഓക്കെ, പിന്നെ അവർക്ക് ലോങ്ങർ പീരീഡ് കെയറിന് വേണ്ടി കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് അങ്ങനെയുള്ള മെഡിസിൻസുകളൊക്കെ അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയിട്ടുള്ള അഡീഷണൽ ടെക്നിക്കുകൾ, അതിലൊക്കെ നല്ല ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആ ടെക്നിക്കുകളിലൊക്കെ നല്ല കെയർ കിട്ടിയിട്ടുള്ളവരായിരിക്കും. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ECP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്, PA. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അറിയാലോ, ഫിസിഷ്യന് അസിസ്റ്റ് ചെയ്യുന്നവര്. Physician assistant are seen mainly in English speaking countries. അതായത് യൂറോപ്യൻ കൺട്രീസിൽ ഒക്കെയാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റുകള് അവിടെ നമ്മൾ ആ ഒരു പൊസിഷൻ അവർക്ക് മെയിൻ ആയിട്ട് കാണുന്നത്. And are known as physician associate in some countries. എന്നാൽ ചില രാജ്യങ്ങളിൽ ഫിസിഷ്യൻ അസോസിയേറ്റ് എന്നാണ് അവര് അറിയപ്പെടുന്നത്. സാധാരണയായിട്ട് യൂറോപ്യൻ കൺട്രീസിലാണ് ശരിക്കും ഇങ്ങനെ ഒരു പൊസിഷൻ, ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ മെയിൻലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ആ ഒരു പൊസിഷൻ ഉള്ളത്. എന്നാൽ ചില രാജ്യങ്ങളിൽ അവരെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നല്ല അറിയപ്പെടുന്നത്, അവരെ ഫിസിഷ്യൻ അസോസിയേറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവര് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അല്ലെ? അസിസ്റ്റന്റ് ആണ്, ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അപ്പൊ അവർക്ക് ഈ ഡോക്ടറിനെ പോലെ തന്നെ അവർ ഏകദേശം അത്രയും ക്വാളിഫൈഡ് ആയിരിക്കും. അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കണം, എന്താണ് പേഷ്യന്റിന്റെ ഹിസ്റ്ററി, എന്താണ് പിന്നെ പേഷ്യന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അവർക്ക് അറിയാൻ പറ്റും.
ഡോക്ടറിനെ പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവർക്കറിയാം. എന്താ, ഏത് മെഡിസിൻ ആണ് ആ പേഷ്യന്റിന് കൊടുക്കുന്നത്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. ഒരു ഡോക്ടറിന്റെ PA എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്താണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡോക്ടറിന്റെ PA എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ്, ആ ഒരു സ്ഥാനം അവർക്ക്. അവര് എപ്പോഴും എന്താ, ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റും ഡോക്ടറും തമ്മിൽ എപ്പോഴും ഇങ്ങനെ നേരിട്ട് കാണണമെന്നൊന്നുമില്ല. അവര് കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ അവർക്ക്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ അവർക്ക് മെസ്സേജ് കൈമാറാൻ പറ്റും. ഓക്കെ, നമ്മുടെ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. Physician assistants are seen mainly in English speaking countries. Underline ചെയ്തിട്ടുണ്ട്. അത് മെയിൻ ആയിട്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉള്ളത് സാധാരണയായിട്ട് യൂറോപ്യൻ കൺട്രീസ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ്. ആൻഡ് ആർ നോൺ ആസ് ഫിസിഷ്യൻ അസോസിയേറ്റ്. അതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഈസ് ഓൾസോ നോൺ ആസ് physician associate. In some countries, PAs mirror the practice of a physician and are able to provide a range of medical skills a physician provide. Okay, എന്താണ് അത്, ആ ഫിസിഷ്യന്റെ ഒരു പരിശീലനം, ഒരു പ്രാക്ടീസിനെ എന്ത് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുക ചെയ്യുന്നത്. അദ്ദേഹം അസിസ്റ്റന്റ് അല്ലേ, അതായത് അപ്പൊ ഫിസിഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും, ഫിസിഷ്യൻ അസിസ്റ്റന്റിന്. അപ്പൊ അതുപോലെ എന്താ പറയാ, ഫിസിഷ്യന്റെ ആ പ്രാക്ടീസിനെ എന്ത് ചെയ്യുന്നു, അത് അവര് പ്രതിഫലിപ്പിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ പറഞ്ഞിരുന്നുണ്ട്, ഈ ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്കില്ല്, ആ ഒരു മെഡിക്കൽ സ്കില്ലുകൾ ഉണ്ടല്ലോ, അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഏബിൾ ടു പ്രൊവൈഡ് ദ റേഞ്ച് ഓഫ് മെഡിക്കൽ skills a physician provide. They normally work in disassociation with a physician. In an ambulance environment, this may not be possible. Okay, ഇവിടെ ഇത് പറഞ്ഞേക്കുന്നത്, ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഫിസിഷ്യൻ അസിസ്റ്റന്റും ആ ഒരു ഫിസിഷ്യനും ഒരു ആംബുലൻസിന് ഒപ്പം അവര് വേണ്ട, ആരെങ്കിലും ഒരാള് മതി. ഓക്കെ, രണ്ടുപേർക്കും ആംബുലൻസ് പരിസ്ഥിതിയില് ആംബുലൻസില് നമ്മൾ ഈ രണ്ടുപേരും കൂടി വേണമെന്നില്ല, അത് സാധ്യമല്ല. ആരെങ്കിലും ഒരാൾ മതി, ഫിസിഷ്യൻ അസിസ്റ്റന്റോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ആരെങ്കിലും ഒരാൾ മതി. Then, instant advanced direction of electronic communication is available to PAs consult with the physician when needed. അപ്പൊ ആവശ്യമുള്ളപ്പോൾ ഈ ഫിസിഷ്യനുമായിട്ട് കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈ PAക്ക് ലഭ്യമായിരിക്കും. എന്താ പറഞ്ഞത്, ഒരു ആംബുലൻസിൽ അവിടെ ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് വേണ്ട. ഓക്കെ, അപ്പൊ ഫിസിഷ്യനെ പോലെ തന്നെ ആ ഒരു നല്ല എന്താ പറയാ, അവർക്ക് വേണ്ട കെയർ കാര്യങ്ങൾ കൊടുക്കാൻ, മെഡിക്കൽ പരമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനും ഒക്കെ ഈ മെഡിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ആംബുലൻസിൽ ഇവർ രണ്ടുപേരും കൂടി വേണ്ട. അത് എന്താ പറയാ, അത് ആ ഒരു ആംബുലൻസ് പരിസ്ഥിതിയില് അറ്റ്മോസ്ഫിയറിൽ അത് സാധ്യമല്ല. പക്ഷേ ഇനിയിപ്പോ ഈ PA ആണ് ഇരിക്കുന്നതെങ്കിൽ ഈ PAക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫിസിഷ്യനുമായിട്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ മെസ്സേജ് കൈമാറാൻ പറ്റും. ഡോക്ടറോട് എന്തെങ്കിലും, ഡോക്ടറിന്റെ ഒരു അഡ്വൈസ് വേണം, എന്തെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിലൊക്കെ അവർക്ക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ എന്താ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈ PAക്ക് അവൈലബിൾ ആയിരിക്കും ആംബുലൻസിൽ. ഓക്കെ, ഇനി അടുത്തതാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഫിസിഷ്യൻ അറിയാലോ, ഡോക്ടറാണ്. ഫിസിഷ്യൻ, doctor may be present in specialized ambulance unit, most notably the air ambulance, with a full range of additional skills such as use of prescription medicine.
ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ചില കേസുകളിൽ നമ്മൾ ഡോക്ടർ തന്നെ വേണ്ടി വരും, അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് പോകുമ്പോഴൊക്കെ. അപ്പൊ ആ ഒരു ആംബുലൻസ് ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകും, ആ ട്രാൻസ്പോർട്ട് സമയത്ത് നമുക്ക് എന്താ ഫിസിഷ്യൻ തന്നെ വേണ്ടി വരും. പർട്ടിക്കുലർലി പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് എയർ ആംബുലൻസിലാണെങ്കിൽ, എയർ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പോണ വഴിയില് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് നമുക്ക് ആ ഒരു മാർഗത്തിന് അവൈലബിൾ അല്ല, അല്ലെ? ഇപ്പൊ നമ്മൾ ആംബുലൻസ്, നമ്മൾ എയർ ആംബുലൻസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെ നിർത്തേണ്ടത് അവിടെയല്ലേ ഓൺ ദ വേയില് പെട്ടെന്ന് പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സീരിയസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവിടെ നിർത്തി നമുക്ക് നോക്കാൻ പറ്റില്ല എയർ ആംബുലൻസിൽ. അപ്പൊ എയർ ആംബുലൻസില് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഒരു ഫിസിഷ്യൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തുകൊണ്ടാ? അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, ആ ഒരു വേയില് ആ ഒരു മാർഗത്തില് അവർക്ക് ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ റേഞ്ചിലുള്ള സംവിധാനങ്ങളും അതില് വേണം. എന്താ പറഞ്ഞേക്കുന്നത് കേട്ടോ. നോട്ടബിളി എന്ന് പറഞ്ഞാൽ ശ്രദ്ധേയമായി എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെയാണ്. ഓക്കെ, doctors may be present in the specialist ambulance unit, most notably the air ambulance. പ്രത്യേകിച്ച് എയർ ആംബുലൻസിൽ അത് ചോദിക്കാം കേട്ടോ. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടേ. എയർ ആംബുലൻസിലാണെങ്കിൽ അവിടെ എന്തായാലും പ്രത്യേകിച്ച് ഫിസിഷ്യൻ തന്നെ വേണം വേണം. With a full range of additional skills such as use of prescription medicine. അതായത് അത്രയും ഫുൾ റേഞ്ചിലുള്ള നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും അതില് വേണം. പെട്ടെന്ന് സീരിയസ് ആവുകയാണെങ്കിലും അത് നമുക്ക് ആ രോഗം കൊടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ കൊടുക്കേണ്ട എല്ലാവിധ ഫെസിലിറ്റികളും ആ എയർ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ എന്താണോ ആ ഒരു പേഷ്യന്റിന്റെ അവസ്ഥ, അപ്പൊ അതിനനുസരിച്ചുള്ള ഡോക്ടർ എന്തായാലും വേണം. ഓക്കെ, പേഷ്യന്റിന്റെ എന്ത് മൂലമാണ് അല്ലെങ്കിൽ എന്താണ് ആ പേഷ്യന്റിന്റെ രോഗം എന്നുള്ളതൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഡോക്ടർ, ഫിസിഷ്യൻ എന്തായാലും എയർ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ ആംബുലൻസിൽ വേണം. എയർ ആംബുലൻസിൽ പ്രത്യേകിച്ച് എയർ ആംബുലൻസിലെ കാര്യം പറയുന്നത്. അപ്പൊ അവിടെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഡോക്ടർ ഒന്നും പെട്ടെന്ന് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പൊ നമ്മള് സാധാരണ പോവുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പെട്ടെന്ന് നിർത്തി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യും. ഇതിപ്പോ എയർ ആംബുലൻസിൽ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്രയും എന്താ നമ്മളെ സ്കിൽഡ് ആയിട്ടുള്ള ഈ ഫിസിഷ്യൻ തന്നെ എയർ ആംബുലൻസിൽ വേണം. ഓക്കെ, അങ്ങനെ 10 എണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ട് അപ്രൂവിങ്. ഓക്കെ, പെട്ടെന്ന് നമുക്കൊന്ന് നോക്കി പറയാം. നിങ്ങൾ ഇതൊന്ന് പറഞ്ഞൊന്ന് പെട്ടെന്ന് വാങ്ങിച്ചു നോക്കി. പാരാമെഡിക്സ് തൊട്ടാണ് നമ്മൾ പറഞ്ഞത്. പെട്ടെന്നൊന്ന് വാങ്ങിച്ചു നോക്കും കേട്ടോ.
ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടോ. 10 വേഗം ഷോർട്ടായിട്ടൊന്ന് വേഗം പറയാം. നമ്മൾ ആംബുലൻസിലെ ക്രൂയിങ് പറഞ്ഞത് അതിലെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബുലൻസ് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ആംബുലൻസിൽ നമുക്ക് എയർലി ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാഫ് ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. എന്നാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞത്. എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റിൽ ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ജോബ് എന്താ? അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ടു ഗീവ് എയർലി ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് കഴിവുള്ള ഒരാള് അദ്ദേഹം ഒരു ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? CPR കൊടുക്കാൻ കഴിയണം. ഇനി CPR കൊടുത്തിട്ടും നമ്മുടെ ബ്രീത്തിങ് നോർമൽ അല്ലെങ്കിൽ അടുത്താണ് ഡിഫിബ്രിലേറ്റർ, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ യൂസ് ചെയ്യാനൊക്കെ അറിവുള്ള ഒരാളായിരിക്കണം. അപ്പൊ അത് നമ്മൾ ആംബുലൻസ് സർവീസിന്റെ ഒപ്പം തന്നെ അവരെ ആ സംഭവ സ്ഥലത്തേക്ക് അയക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞത്. അതിന്നറിയാലോ, ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് അല്ലെ. അധികം എന്താ സ്റ്റാഫിന് അധികം ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. പിന്നെ അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ പറയും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള 2-way റേഡിയോ അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, എവിടെയാണ് ആംബുലൻസിൽ മെഡിക്കൽ സപ്ലൈ ഇരിക്കുന്നത് അത് എന്താ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എവിടെയാന്നുള്ളത് അറിയണം. എങ്ങനെയാ കൊടുക്കണ്ടേന്നോ അതൊന്നും അറിയണ്ട. എവിടെയാണ് ആംബുലൻസിൽ മെഡിക്കൽ സപ്ലൈ സ്റ്റോർ ചെയ്തേക്കുന്നത് അത് എവിടെയാണെന്നത്. 2-way റേഡിയോ ആണോ? 2-way റേഡിയോ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എവിടെയാണ് അത് ആംബുലൻസിൽ മെഡിക്കൽ സപ്ലൈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ? ഈ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ സിംപിളി ഡ്രൈവ് ചെയ്യുക. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള 2-way റേഡിയോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് അത് യൂസ് ചെയ്യാൻ അറിയണം. പിന്നെ ആംബുലൻസിൽ മെഡിക്കൽ സപ്ലൈ എവിടെയാണ് വെച്ചേക്കുന്നത്, അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതും അദ്ദേഹത്തിന് അറിയണം. അത്രയും കാര്യം മതി. ഇനി അപ്പൊ അതിനകത്ത് നമ്മള് 2-way റേഡിയോ നമ്മൾ പറഞ്ഞു. എന്താ കേട്ടോ, കേട്ടോ 2-way റേഡിയോ എന്ന് പറഞ്ഞ എന്താ? അതായത് ആ ആംബുലൻസിലുള്ള ആ സ്റ്റാഫ് ഡ്രൈവറും ഈ നമ്മുടെ ഡോക്ടറും ഹോസ്പിറ്റലിലെ ഡോക്ടറും തമ്മിൽ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ആംബുലൻസിൽ പോകുമ്പോൾ നമ്മളിപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഇപ്പൊ എമർജൻസി ആയിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്താ പറയാ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ അവരറിയണം അല്ലെ. എമർജൻസി ആയിട്ട് പേഷ്യന്റ് വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ അവര് തിയേറ്റർ കാര്യങ്ങളൊക്കെ സജ്ജാക്കി വെക്കണ്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റ് വരുന്നുണ്ട്, അവർക്കുടെ ആ അറൈവൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ആ മെസ്സേജ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ പർപ്പസ് തന്നെയാണത് 2-way റേഡിയോ എന്നുള്ളത്. ഡ്രൈവറും ഹോസ്പിറ്റലിലെ ആ സ്റ്റാഫും തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, 2-way റേഡിയോ അല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് അതിനകത്തില്ല. നമുക്ക് ഇപ്പൊ നമ്മള് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ ആയിരിക്കും, ഓഡിയോ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമാണ്. ഇപ്പൊ നമ്മൾ എമർജൻസി മെഡിക്കൽ സർവീസിൽ ശരിക്കും ഇപ്പൊ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെന്റ് തന്നെയാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. ഈ നമ്മള് വോക്കി ടോക്കി ഒക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെയൊക്കെ എന്താ വോക്കി ടോക്കി ഒക്കെ പോലെ തന്നെ മെസ്സേജ് കൊടുക്കണം, അത്രേ ഉള്ളൂ. ആംബുലൻസിലുള്ള ഡ്രൈവറും ഹോസ്പിറ്റലിലെ സ്റ്റാഫും തമ്മിൽ മെസ്സേജുകൾ കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഇതാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി പിന്നെ അടുത്തതാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, പിന്നെ നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ് അപ്പൊ അതിനകത്ത് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്താ നമ്മൾ നോട്ട് ചെയ്തേ? കോമൺലി ഓൺലി നീഡഡ് ടു ക്യാരി ഔട്ട് ദ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ്. പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അത് അവരെ എങ്ങനെ മൂവ് ചെയ്യിക്കണം. ഇപ്പൊ സ്ട്രക്ചറിൽ വീൽ ചെയറിലൊക്കെ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ ആംബുലൻസിലേക്ക് സുഖമായിട്ട് കയറ്റാം, അല്ലെങ്കിൽ അവരെങ്ങനെ ഇറക്കണം, അവരെങ്ങനെ മൂവ് ചെയ്യിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ അത് അത്ര എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്രയും ഉള്ള ഇതൊന്നും വേണ്ട. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് മാത്രമാണ് അവർക്കിടെ ഇത് വരുന്നുള്ളൂ. പിന്നെ അതിന് നമുക്ക് പല സ്ഥലങ്ങളിലും പല രീതിയിൽ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡിപെൻഡ് ഓൺ പ്രൊവൈഡർ, അത് പ്രൊവൈഡ് ചെയ്യുന്നവരനുസരിച്ച് അവർക്ക് AED, ഓക്സിജൻ തെറാപ്പി, മറ്റുള്ള പാലിയേറ്റീവ്, ലൈഫ് സേവിംഗ് സ്കിൽസ്, ഫസ്റ്റ് എയ്ഡ് ഒക്കെ അത്യാവശ്യം കൊടുക്കാനുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, അവർക്ക് സ്വന്തം റിസ്കിൽ അത് കൊടുക്കാൻ പറ്റില്ല. അത് മറ്റു സ്ഥലത്തുനിന്ന് അത് കൊടുക്കാൻ പറ്റാത്തപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ പ്രസൻസിൽ അവർക്ക് ഈ കെയർ കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. മെയിൻ ആയിട്ട് AED എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, നമ്മൾ മോളിൽ പറഞ്ഞതല്ലേ AED. ഡിഫിബ്രിലേറ്റർ യൂസ് ചെയ്യാനും നമുക്ക് അതിനുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തം റിസ്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. മറ്റു യൂണിറ്റിൽ അത് ലഭ്യമല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ടെക്നീഷ്യനോ പാരാമെഡിക്സിന്റെയോ പ്രസൻസിൽ അവർക്ക് അത് കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് എമർജൻസി കെയർ അസിസ്റ്റന്റ് ആണ്. അവര് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് അവർക്കുടെ ജോബ് അത് നോട്ട് ചെയ്തിടാം കേട്ടോ, അണ്ടർലൈൻ ചെയ്തിടാം. ജോബ് എന്താണ്? ഹെൽപ്പ് ടു ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിനെയോ ഒക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്കുടെ വർക്ക് ചെയ്യുമ്പോൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന വർക്കുകളിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഇതിനകത്ത് വരുന്നത്. അതായത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്, അവരുടെ ഡ്യൂട്ടി വരുന്നത് സച്ച് ആസ് മേക്കിംഗ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകളൊക്കെ കൊടുക്കാനായിട്ട്, പിന്നെ സെറ്റിംഗ് ഓഫ് ദ ഫ്ലൂയിഡ് സെറ്റ് ചെയ്യാൻ മാത്രം. അത് ഇപ്പൊ എന്താ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ എല്ലാം സജ്ജീകരണം ചെയ്ത് കൊടുക്കാം. എന്നാണ് അവരൊന്ന് അസിസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് അറ്റാച്ചിങ് ദിസ് എന്നത് ബട്ട് നോട്ട് അറ്റാച്ച്മെന്റ്, അറ്റാച്ച് ചെയ്യാൻ ആർക്കും പറ്റില്ല. പിന്നെ സിമ്പിൾ ഒബ്സർവേഷൻ, പേഷ്യന്റിനെ സിമ്പിൾ ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം അവർക്ക് അറിയാൻ മതി. പിന്നെ അടുത്തതാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. Emergency medical technicians are generally able to do a wide range of emergency care skills. അപ്പൊ നല്ല എമർജൻസി ഒക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് ഏബിൾഡ് ആയിട്ടുള്ള, അതിന് കഴിവുള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, എമർജൻസി കെയർ കൊടുക്കേണ്ട കേസുകളിൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ളവരാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ്? wide range of emergency care skill, defibrillation, പിന്നെ spinal immobilization, bleeding control, treating of suspected fracture ആണെന്ന് സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അനങ്ങാത്ത രീതിയിൽ നമ്മൾ കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു കഴിവ് വേണം. പിന്നെ ഓക്സിജൻ തെറാപ്പി, ബ്രീത്തിങ്ങിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒക്കെ കഴിവുള്ള ആളുകളായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നല്ല ലെവൽ കെയർ കൊണ്ടുപോകേണ്ട ആംബുലൻസിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ, കുട്ടികളുടെ ഇതിനകത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ, അപ്പൊ അവിടെ ഇവര് എമർജൻസി ടെക്നീഷ്യനോ മറ്റുള്ളവരൊന്നും
മാത്രം മതിയാവില്ല. ചിലപ്പോ അത്രയും എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്ന കേസുകളിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സ് തന്നെ വേണ്ടി വന്നേക്കാം. അപ്പൊ അവർക്ക് പാരാമെഡിക്സിന്റെ സ്ഥാനത്ത് രജിസ്റ്റേർഡ് നേഴ്സ് തന്നെ വേണ്ടി വന്നേക്കാം. അത് കൊടുത്തിട്ടുണ്ട്. നേഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴൊക്കെ ചിലപ്പോ പാരാമെഡിക്സ് മാത്രം മതിയാവില്ല, അവർ ആ സ്ഥാനത്ത് രജിസ്റ്റേർഡ് നേഴ്സ് തന്നെ വേണ്ടി വന്നേക്കാം. ഇനി അടുത്തതാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞാണ്, നല്ല ലെവൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. കാനുലേഷൻ ചെയ്യാൻ അറിയുന്ന, ട്രക്കിയൽ ഇൻറ്റുബേഷൻ, പിന്നെ ട്രൈക്കോതൈറോട്ടമി, ഇതെല്ലാം ചെയ്യാനായിട്ട് കഴിവുള്ള, പ്രത്യേകം കഴിവുകളുള്ള, നല്ല മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ, ECP എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താ, നേഴ്സിന്റെയും വേണം, നേഴ്സിന്റെയും കഴിവുകൾ വേണം, പാരാമെഡിക്സിന്റെയും കഴിവുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ രണ്ടിന്റെയും കൂടി ഒരു ശരിക്കും ഒരു അത് രണ്ടും ഉൾക്കൊള്ളുന്ന കംപ്രൈസേഴ്സ് ഉൾക്കൊള്ളുക, രണ്ടിന്റെയും കൂടി കഴിവ് ഉൾക്കൊള്ളുന്നവരാണത്. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ആ ഒരു ബ്രിഡ്ജ് ലിങ്ക് ആണ് ബിറ്റ്വീൻ ആംബുലൻസ് കെയർ ആൻഡ് കെയർ ഓഫ് ജനറൽ പ്രാക്ടീഷണർ. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ, അവർക്കൊരു കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നമുക്ക് അവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൈമാറാൻ പറ്റും. ECP കുറച്ചും കൂടി എന്താ, നമ്മളൊരു ഡിഫറൻസ് പറഞ്ഞത്, പാരാമെഡിക്സിനേക്കാളും കൂടുതൽ കഴിവുകളുള്ളവരായിരിക്കും. അപ്പൊ ഈ എമർജൻസി കെയർ പ്രാക്ടീഷണറും ആ ഹോസ്പിറ്റലിലെ ഡോക്ടറും തമ്മിൽ എന്താ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഡോക്ടറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് പാരാമെഡിക്സിനെ പോലെ തന്നെയാണ്, പക്ഷെ പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും അവര്. അപ്പൊ കൂടുതൽ ക്രിട്ടിക്കൽ കെയർ കേസുകളിലൊക്കെ നമ്മുടെ എമർജൻസി കെയർ പ്രാക്ടീഷണർക്ക് പാരാമെഡിക്സ് മതിയാവില്ല. അപ്പൊ അവരെക്കായി കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള എമർജൻസി കെയർ പ്രാക്ടീഷണർ വേണ്ടി വന്നേക്കാം. പിന്നെ അടുത്താണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അറിയാലോ, ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്നവരാണ്. അതായത് ഡോക്ടറിനെ പോലെ തന്നെയാണ്. ഡോക്ടർ അറിയുന്ന എല്ലാ കാര്യങ്ങളും, പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള, പേഷ്യന്റ് എന്ത് മരുന്ന് കൊടുക്കണം, മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഇതെല്ലാം അറിയുന്ന ഒരാളാണ്. wide range of medical skills a physician provide. ഫിസിഷ്യൻ കൊടുക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ അവർക്ക് പേഷ്യന്റ് കെയർ കൊടുക്കാനുള്ള കഴിവൊക്കെ ഉള്ളവരാണ്. അപ്പൊ പക്ഷെ ഒരു കാര്യം പറയുന്നത് എന്താ, ഇപ്പൊ ഒരു ആംബുലൻസില് നമുക്ക് ആ ഒരു ആംബുലൻസ് പരിസ്ഥിതിയിൽ നമുക്ക് ഇവര് രണ്ടുപേരും കൂടി, ഫിസിഷ്യൻ അസിസ്റ്റന്റും കൂടി വേണ്ട എന്നാണ് അവിടെ പറഞ്ഞത്. They normally work in dissociation with a physician. അതായത് വിയോജിപ്പ് എന്നുള്ളതാട്ടോ മീനിങ്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞ വിയോജിപ്പ്. അതായത് ഫിസിഷ്യനും ഫിസിഷ്യൻ അസിസ്റ്റന്റും തമ്മിൽ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒറ്റ ഒരു എൻവയോൺമെന്റിൽ വേണ്ട ആംബുലൻസിന്റെ കേസിൽ. അപ്പൊ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ വേണ്ട, അല്ലെങ്കിൽ ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ PA വേണ്ട, ഫിസിഷ്യൻ അസിസ്റ്റന്റ് വേണ്ട. അപ്പോ നമ്മൾ ഇനിയിപ്പോ ഫിസിഷ്യൻ അസിസ്റ്റന്റിന് എന്തെങ്കിലും ഫിസിഷ്യനുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആയിരിക്കും, ആ ഫിസിഷ്യൻ PAക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് ഈ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ്, ശരിക്കും നമ്മുടെ ഇവിടെയല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉള്ളത്. ഓക്കെ, പിന്നെ അതിനകത്ത് ഫിസിഷ്യൻ ആണ്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെയാണ്. പ്രത്യേകിച്ച് എയർ ആംബുലൻസിൽ ഒരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതിൽ ആ ഡോക്ടർ തന്നെ വേണ്ടി വന്നേക്കാം. എന്തുകൊണ്ടാ, ആ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ എന്ന് പറയുന്നത് ആ ഒരു മാർഗത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഒരു നല്ലൊരു ഡോക്ടർ തന്നെ ആ ഒരു എയർ ആംബുലൻസിൽ വേണ്ടി വരാം. ഓക്കെ, അത്രയേ ഉള്ളൂ ക്രൂയിങ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ചാപ്റ്റർ തീരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ തുടങ്ങുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ആണ് കേട്ടോ. ആംബുലൻസ് അല്ലേ കഴിഞ്ഞെങ്കിൽ മോർച്ചറി സർവീസ് ആണ്. മോർച്ചറി കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും, മോർച്ചറിയൊക്കെ ഹോസ്പിറ്റലിലുണ്ട് അല്ലെ? എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല എങ്കിലും ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട് മോർച്ചറി. കണ്ടിട്ടുണ്ടോ മോർച്ചറിയില്?
മോർച്ചറി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? സ്ക്രീൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. മോർച്ചറി സർവീസ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ആരെങ്കിലും മോർച്ചറിയിൽ കേറിയിട്ടുണ്ടോ? ആരെങ്കിലും? ചാപ്റ്റർ 10 പേജ് 65. ഇല്ല അല്ലെ? മോർച്ചറി കേറിയിട്ടില്ല. ആരും കേറിയിട്ടില്ല. യെസ്, ആരാ? മനു ആണോ കേറിയിരിക്കണേ? മനു കേറിയിട്ടുണ്ട്. മനു എന്തിനാ കേറിയേ? എന്തിനാ മനു കേറിയത്? റിലേറ്റീവിന്റെ ബോഡി വെക്കാൻ. ഓക്കെ, അച്ഛൻ മരിച്ചപ്പോൾ കീർത്തനയും കേറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ മോർച്ചറി എന്ന് പറഞ്ഞത് ബോഡി കൊണ്ടുവയ്ക്കാൻ, വെക്കാൻ. ഓക്കെ, പേടിയുണ്ടായോ? മോർച്ചറി കയറാൻ പേടിയുണ്ടാകോ? പേടിയുണ്ടോ? ഇല്ലല്ലോ. മരിച്ചവരെ എന്തായാലും നമ്മളൊന്നും ചെയ്യില്ല അല്ലെ? ജീവിച്ചിരിക്കുന്നവരെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി അല്ലെ? അവരൊന്നും ചെയ്യില്ല. ഓക്കെ, വെറുതെ ചോദിച്ചതാട്ടോ. അപ്പൊ മോർച്ചറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെഡ് ബോഡീസ് ഒക്കെ അത് തന്നെ. ശരിയാണ്. കീർത്തന അവിടെ എത്തിക്കേണ്ടത് അല്ലെ? നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി, മരിച്ചവരെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ ചില പേടി ഉണ്ടാവും. പക്ഷെ നമ്മളെ സിനിമയിലൊക്കെ കണ്ടാണ് ഇത്രയും ഒരു ഇതല്ലേ, ഇപ്പൊ ഒരു ഡെഡ് ബോഡി പ്രേതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. ഒന്നുമില്ല, ഒരു സംഭവം ഇല്ല. മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷനിലും നമ്മൾ വെക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരാൻ വൈകുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ തിരിച്ചറിയപ്പെടാത്ത അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറയൂലേ, ഇപ്പൊ ആക്സിഡന്റ് ഉണ്ടായി അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്ന വരേക്കും നമുക്ക് ബോഡി കീപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ വേണ്ടിയിട്ട് വെക്കാൻ. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഡെഡ് ബോഡീസ്. പിന്നെ എന്താ, പിന്നെ നമ്മള് ഇതുപോലെ തന്നെ കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മള് അങ്ങനെ നമുക്ക് ബോഡീസ് ഒക്കെ വെക്കാനായിട്ട് മരിച്ചവർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനൊക്കെ ആയിട്ടും ഒക്കെ നമ്മൾ ഈ ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ വെക്കുന്നുണ്ട്. മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? മോർച്ചറി എന്ന് പറഞ്ഞാൽ ഇസ് എ ബിൽഡിംഗ് ഓർ റൂം വേർ ദ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ബിഫോർ ദേ ആർ ബെറിയൽ. നമ്മൾ ബെറിയൽ എന്ന് വെച്ചാൽ എന്താ? ശവസംസ്കാരം അല്ലെ? അടക്കം ചെയ്യുക. അതിനു മുന്നേ, ബെറിയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു റൂം, അതാണ് മോർച്ചറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു റൂമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത് മിക്കവാറും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണോ മോർച്ചറി വെക്കണേ? ഫ്രണ്ടിൽ തന്നെയായിരിക്കും മോർച്ചറി വെക്കണേ? ഇല്ല അല്ലെ? അത് നമ്മുടെ ഇത്തിരി ഒരു ഒതുങ്ങിയ സ്ഥലത്തായിരിക്കും. എന്നാൽ നമുക്ക് ചെല്ലാനും പറ്റണം. എങ്കിലും ഒരു അവ്യക്തമായിട്ടുള്ള ഒരു ഡ്യൂബിയസ്, അൺക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും. ഒരു ഇച്ചിരി കൂടി ഒരു ഒതുങ്ങിയ ഒരു സെക്ഷൻ, ഒരു ബിൽഡിങ്. ചിലപ്പോൾ സെപ്പറേറ്റ് ബിൽഡിംഗ് തന്നെ ഉണ്ടാവാം. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഏതെങ്കിലും ഒരു മുറിക്കോ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ ഒരു സെക്ഷനിലല്ല ഈ മോർച്ചറി കോംപ്ലക്സ് അല്ലെങ്കിൽ ഇത് വെക്കുന്നത്. മോർച്ചറി എന്ന് പറഞ്ഞാൽ മോർച്ചറിക്ക് പറയുന്ന ഒരു മറ്റൊരു പേര് നമുക്ക് പറയാം ഡെഡ് ഹൗസ് എന്ന്, അല്ലെങ്കിൽ ഡെഡ് റൂം എന്നും പറയുന്നുണ്ട് കേട്ടോ. ഡെഡ് ഹൗസ്, അല്ലെങ്കിൽ ഡെഡ് റൂം ആണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെന്റൻസ് ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചോ കേട്ടോ. ടെക്സ്റ്റിൽ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കാം. എ മോർച്ചറി ഈസ് എ ബിൽഡിംഗ്. A mortuary is a building or room. A building ആവാം അല്ലെങ്കിൽ ഒരു റൂം ആവാം. A mortuary is a building or room where W-H-E-R-E, where dead bodies are kept. Dead bodies are kept. Dead bodies are kept before they are buried. Before
they are buried. bury ചെയ്യാന്ന് വെച്ചാൽ അടക്കം ചെയ്യുക. അടക്കം ചെയ്യുന്നതിന് മുന്നേ ഡെഡ് ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു റൂം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മോർച്ചറി എന്ന് പറയുന്ന ഡെഡ് ഹൗസ് ഏതാണ്? ബെറിയൽ ആണോ? BURIED, buried. BURIED, buried. ബെറിയ. ഓക്കെ, നോക്കിയേ, ഇപ്പൊ അതിന്റെ മോർച്ചറിക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഡെഡ് ഹൗസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെഡ് റൂം എന്ന് പറയാം. ഓക്കെ, മോർച്ചറി ഈസ് ആൻ ഇൻഎവിറ്റബിൾ. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമായിട്ട്, ഇന്റഗ്രൽ, നെസസറി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇൻഎവിറ്റബിൾ അനിവാര്യമായ. Okay, mortuary is an inevitable part of every hospital. എല്ലാ ഹോസ്പിറ്റലിന്റെയും ഒരു അനിവാര്യമായ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മരണത്തിൽ വല്ല സംശയമോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, അല്ലെ? മരണ കാരണം എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനോ. അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ തന്നെ ബോഡി വെക്കാൻ പറ്റൂല്ലോ. അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെങ്ങോട്ടാ അത് നമ്മള് ഈ മോർച്ചറിയിലേക്ക്, അതുവരേക്കും മോർച്ചറിയിലേക്ക് ബോഡി മാറ്റും. അപ്പൊ എന്തായാലും നമ്മളൊരു ഹോസ്പിറ്റലിന്റെ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ പേഷ്യന്റ് നമുക്ക് അവിടെ റൂമിൽ കിടത്താൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ മോർച്ചറിയിലേക്ക് മാറ്റുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അനിവാര്യമായ ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. മോർച്ചറി ഈസ് ആൻ inevitable part of every hospital or integral part of every hospital, as it handles the preservation of the dead body. എന്താ ചെയ്യുന്ന? ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യാണ്, അല്ലെ? അവിടെ പ്രിസർവ് ചെയ്ത് വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. സോ ഇറ്റ് ഹാൻഡിൽ ദ പ്രിസർവേഷൻ ഓഫ് ഡെഡ് ബോഡീസ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ആ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്, സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. So that the forensic clinician and the pathologist may investigate the cause of death and to make a scientific investigation. Forensic വിദഗ്ധര്, ഇപ്പൊ ഫോറൻസിക് ക്ലിനിഷ്യൻസ് അവര് മരണകാരണം എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ടും, പിന്നെ പതോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ, ഡിസീസ്, അല്ലെ? മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് അദ്ദേഹം. ബോഡി ടിഷ്യൂ ഒക്കെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പതോളജിസ്റ്റ്. അപ്പൊ പതോളജിസ്റ്റും ഒക്കെ ആ മരണ കാരണം, ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത്, അതിന്റെ മരണകാരണം എന്ത് രോഗമാണ്, ഇതെല്ലാം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് of the death and make a scientific investigation. ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, അതൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടും ഒക്കെ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഫോറൻസിക് ക്ലിനിഷ്യൻ ആൻഡ് പതോളജിസ്റ്റ് may investigate the cause of death and make a scientific investigation. ഒരു ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്കപ്പോ ഫോറൻസിക് ക്ലിനിഷ്യൻസ് ഉണ്ട്, എന്താ മരണകാരണമൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ. അതുപോലെ പതോളജിസ്റ്റ് എന്ത് രോഗമാണ്, എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോർച്ചറി ആസ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ മോർച്ചറിക്ക് പറയുന്ന മറ്റൊരു പേരാണ് മോർഗ് എന്ന് പറയാം. മോർഗ്. A morgue or mortuary is used for a storage of dead body waiting for identification. തിരിച്ചറിയാനായിട്ട്, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു അപകടം നടന്ന ആർക്കടെ ബോഡിയെന്ന് അറിയില്ല, അല്ലെ? അപ്പൊ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ, തിരിച്ചറിയാനായിട്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഇന്ന സ്ഥലത്തൊക്കെ പോലീസിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ മരിച്ചു എന്നുള്ളൊരു ഇത് കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ ആണെങ്കിൽ കൊടുത്തു കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഡ്രസ്സിൽ ഇത്ര ഹൈറ്റ് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ എന്താ
ഇന്ന ഹോസ്പിറ്റലിൽ മോർച്ചറിയില് മൃതദേഹം സൂക്ഷിച്ചേക്കുവാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വന്ന് ഐഡന്റിഫൈ ചെയ്യാം അവർക്ക് റിലേറ്റീവ് തന്നെയാണോ മരിച്ചതെന്നൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ ഐഡന്റിഫിക്കേഷന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി ഓർ റിമൂവൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഓട്ടോപ്സി ഓർ ബെറിയൽ, ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ്. പോസ്റ്റ്മോർട്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ ഓട്ടോപ്സി എന്ന്. അത് നിങ്ങൾക്ക് ടീച്ചറിന് പഠിക്കാനുണ്ട്. ഓട്ടോപ്സിക്കായിട്ട് ബെറിയൽ എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യാനായിട്ട്, ശവസംസ്കാരം ചെയ്യാനായിട്ട്, അടക്കം ചെയ്യാനായിട്ട്. ക്രിമേഷൻ ശവസംസ്കാരം. ഓക്കെ, ക്രിമേഷൻ. അപ്പൊ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട്, അടക്കം ചെയ്യാനായിട്ട്, ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട്, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒക്കെ ഡെഡ് ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഈ മരണാനന്തര ചടങ്ങ് കാത്തിരിക്കുന്ന മൃതദേഹങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ്. സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ്, മരണാനന്തര ചടങ്ങുകൾ കാത്തിരിക്കുന്ന മൃതദേഹങ്ങള് അതും സൂക്ഷിക്കുന്ന. ചിലർക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ അതിന് കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അപ്പൊ അതുവരേക്കും വേണമെങ്കിൽ നമുക്ക് മോർച്ചറിയിൽ ബോഡി സൂക്ഷിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളതിലൊക്കെ സാഹചര്യങ്ങളിൽ ഡെഡ് ബോഡി സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡി, വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓർ റിമൂവൽ, റിമൂവ് ചെയ്യാനോ ഓട്ടോപ്സിക്ക് ആയിട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ട്, ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട്, അടക്കം ചെയ്യാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങ് കാത്തിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ സൂക്ഷിക്കുന്ന, സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമ്മൾക്ക് കുറച്ച് പറഞ്ഞല്ലോ, മറ്റേതൊരു ഇത്തിരി ക്രൂയിങ് അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ആറിപ്പോരുത്, അതൊന്ന് വായിച്ചു വെച്ചേക്കാം. നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ബൈ.